നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മൾ മറ്റൊരു വാർത്താ ദിനത്തിൽ ഒരു മണിക്കൂറത്തെ വാർത്താ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. പ്രേക്ഷകരെ നോക്കൂ, കേരളത്തിൽ ചൂടിങ്ങനെ കൂടിക്കൂടി വരുന്ന ദിവസമാണ്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ അന്തരീക്ഷ താപനില 3 ദിവസം ശരാശരിയേക്കാൾ ഉയരും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും എന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഏതാണ്ട് അതിനോടടുത്തൊക്കെ തന്നെ ചൂട് ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് ഓരോ ഇടങ്ങളിലും. അപ്പോൾ നമ്മൾ വേണ്ട മുൻകരുതലുകൾ എടുക്കണം. സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണം എന്നതാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക. നമുക്ക് ദാഹം തോന്നിയില്ലെങ്കിലും തിരക്കിലാണെങ്കിലും ഒക്കെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഒപ്പം പൊരിച്ചതും മസാല കൂടിയതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ജലാംശം കൂടുതലുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആരോഗ്യമാണ് ധനം, അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക കരുതൽ നൽകേണ്ടുന്ന സമയമാണ്. അതെല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വാർത്താ നേരത്തിലേക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ 13ാം ദിവസമാണ്. യുദ്ധത്തിന്റെ 11ാം ദിവസം നമ്മൾ കണ്ടു. യുദ്ധം ഏകദേശം അവസാനിച്ചെന്നും പ്രതീക്ഷിച്ചതിലും വേഗം യുദ്ധം ലക്ഷ്യം കണ്ടെന്നും ട്രംപ് പറയുന്നത്. പിന്നീട് അത് തിരുത്തിയും ട്രംപ് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. എന്നാൽ തുടങ്ങിയത് നിങ്ങളാണെങ്കിലും യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് തങ്ങളാകും എന്ന മറുപടിയാണ് ഇറാൻ അന്ന് ട്രംപിന് നൽകിയത്. ഇത് യുദ്ധം ഉടൻ അവസാനിക്കില്ലെന്ന അപകട സൂചനയായിരുന്നു. എണ്ണ പ്രതിസന്ധിയിൽ ലോകരാഷ്ട്രങ്ങൾ നട്ടം തിരിയുമ്പോൾ ഇതാ ഇപ്പോൾ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ടെന്നും ഉടൻ പിന്മാറില്ല എന്നും ട്രംപ് തിരിച്ചടിക്കുമ്പോൾ യുദ്ധം ഇനിയും നീളുമോ? അതാണോ സാഹചര്യങ്ങൾ? എന്തായാലും പരിശോധിക്കാം എന്തൊക്കെയാണ് ഈ 13ാം ദിവസം നടക്കുന്നതെന്ന്. ലോകത്തെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന യുദ്ധം. സമാധാനത്തിനുള്ള നീക്കങ്ങൾ പല കോണിൽ നിന്നും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒമാൻ ഭരണകൂടത്തിന്റെ നിർണായക ഇടപെടലിന് പിന്നാലെയാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ അംഗീകരിച്ചാൽ സമാധാനത്തിന് തയ്യാറാണെന്ന് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ച് ഇതാദ്യമാണ് ഒരു സമാധാന ശ്രമത്തിന് ഇറാൻ സന്നദ്ധത അറിയിക്കുന്നത്. അപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് 3 ഉപാധികളാണ്. ഇറാന്റെ പരമാധികാരത്തിന് മേൽ കടന്നുകയറ്റം പാടില്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഉപാധി. ഇറാനിലെ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം വേണം. തുടരാക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് രാജ്യാന്തര തലത്തിൽ ഉറപ്പുവേണം എന്നിങ്ങനെ 3 ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു പരമാധികാര രാഷ്ട്രത്തെ സംബന്ധിച്ച് അവർക്ക് സമാധാനപൂർവ്വം മുന്നോട്ട് പോകണമെങ്കിൽ വേണ്ടുന്ന ഉറപ്പുകളാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 3 ഉപാധികൾ അമേരിക്കയും ഇസ്രയേലും അംഗീകരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നതാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറഞ്ഞിരിക്കുന്നത്. റഷ്യയിലെയും പാകിസ്ഥാനിലെയും ഭരണകൂടങ്ങളുമായി താൻ സംസാരിച്ചുവെന്നും പ്രദേശത്ത് സമാധാനം പുലരണമെന്നാണ് തന്റെ നിലപാടെന്നും പക്ഷേ അതിന് ഉപാധികളുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് പെഷസ്കിയാൻ ഈ 3 ഉപാധികൾ ലോകത്തിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ട്രംപ് യുദ്ധം ഏറെക്കുറെ അവസാനിച്ചെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ തുടങ്ങിയത് ഇറാൻ പറഞ്ഞത് നിങ്ങൾ എപ്പോൾ നിങ്ങളാണ് യുദ്ധം തുടങ്ങിയത്, നിങ്ങൾ ആ തുടങ്ങിയ യുദ്ധം അത് എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നതായിരുന്നു. അപ്പോൾ ആ ഇറാന്റെ ഉപാധികൾ അമേരിക്ക ഉടൻ അംഗീകരിക്കാൻ വഴിയുണ്ടോ? ഇല്ല എന്നത് ഉറപ്പ് തന്നെയാണ്. പിന്നാലെ ട്രംപിന്റെ പ്രതീക്ഷിച്ച മറുപടി തന്നെ വന്നു. യുദ്ധമുടൻ അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. പക്ഷേ യുദ്ധത്തിൽ തങ്ങൾ ജയിച്ചു നിൽക്കുകയാണെങ്കിലും ചില ജോലികൾ പൂർത്തിയാക്കാനുണ്ട്. US സൈന്യം തുടരുകയാണ് അതിനുവേണ്ടി അവിടെ എന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ യുദ്ധം അവസാന ഘട്ടത്തിലാണ് എന്നതിൽ ട്രംപ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇനിയും ചില കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട് എന്നതാണ് ട്രംപ് പറയുന്നത്. അതിനുവേണ്ടി സൈന്യം തുടരുകയാണ് എന്നതാണ് ട്രംപ് നൽകുന്ന സന്ദേശം. കെൻഡുക്കിയിലെ റാലിയിലാണ് ട്രംപിന്റെ ഈ അവകാശവാദം ഉണ്ടായിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയ ആദ്യ മണിക്കൂറിലെ തന്നെ തങ്ങൾ ജയിച്ചുവെന്നും പക്ഷേ നേരത്തെ മടങ്ങാൻ താല്പര്യമില്ല എന്നും ഇറാനെ തങ്ങൾ ഇതിനോടകം തന്നെ തകർത്തിട്ടുണ്ട് എന്നും ട്രംപ് പറയുന്നു. ഓരോ 2 വർഷത്തിലും ഇറാനിൽ പോയി യുദ്ധം ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ്
ഇപ്പോഴും അവിടെ സൈനിക നടപടികൾ തുടരുന്നത് എന്നതാണ് ട്രംപ് സൂചിപ്പിച്ചത്. അതായത് ഇത് ഒറ്റയടിക്കുള്ളൊരു പരിഹാരം കാണലാണ് എന്ന അദ്ദേഹത്തിന്റെ മുൻ പ്രസ്താവനകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇറാൻ ഒരു സന്നദ്ധത യുദ്ധം അവസാനിപ്പിക്കാൻ മുന്നോട്ട് വെക്കുമ്പോൾ ട്രംപ് നൽകുന്നത്. തങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്, ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, അപ്പോൾ ശാശ്വത പരിഹാരമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിന്റെ വാക്കുകൾ കേൾക്കാം. And as we take decisive action to stop the threat posed by the terrorist regime in Iran with Operation Epic Fury. Is that a great name? Well, it's only good if you win. You know, you can only do. And we've won. Let me tell you, we've won. You know, you never like to say too early you won. We won. We won the bet. In the first hour, it was over. We don't want to leave early, do we? We got to finish the job, right? Over the past 11 days, our military has virtually destroyed Iran. Tough country. Their air force is gone, totally gone. That took the better part of about 3 hours. They no longer have radar. They don't have anti-aircraft equipment. They don't have anything. Their missiles are down 90%. Their drones are down 85%. And I can only say this. They were all prepared. They're very strong. You know, they're going to try and take over the whole Middle East. They were going to knock out Israel. They don't know what the hell hit them, right? They don't know what. അപ്പോൾ തങ്ങൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞു, ഇറാന്റെ എല്ലാ സേനാ വിഭാഗങ്ങളെയും നശിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ട്രംപിന്റെ ഓരോരോ അവകാശവാദങ്ങളും കൈയടിച്ച് ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. എന്തായാലും ട്രംപ് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറയുന്ന വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. വലിയ അവകാശവാദങ്ങളാണ് ട്രംപ് ആ റാലിയിൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ ട്രംപിനെയും തള്ളി ട്രംപ് പറയുന്നത് പോലെ അല്ല, യുദ്ധം അവസാനിക്കാനേ ആയിട്ടില്ല എന്നതാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേലിന്റെ യുദ്ധക്കൊതി തീരുന്നില്ല. അപ്പോൾ ഈ യുദ്ധം ഇനി എന്ന് അവസാനിക്കും? ട്രംപ് അവകാശവാദം നടത്തുമ്പോഴും ഈ ഹോർമുസിൽ ഇറാൻ കടുത്ത നടപടികൾ തുടരുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. വാണിജ്യ കപ്പലുകളിൽ ഭൂരിഭാഗവും ഇറാൻ കടത്തിവിടുന്നില്ല. ഇതോടെ എണ്ണ വിതരണം ഏറെ താറുമാറായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, നമ്മളുടെ അടുക്കളകൾ വരെ ഇപ്പോൾ ആ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ലോകമാകമാനം ആ പ്രതിസന്ധി ഇങ്ങനെ പടർന്നു കഴിഞ്ഞിരിക്കുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഹോർമുസിൽ കുഴിബോംബുകളും കപ്പൽവേധ മിസൈലുകളും കൊണ്ട് ഇറാൻ ആധിപത്യം പ്രകടമാക്കിയിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും ഇടതടവില്ലാതെ ആക്രമണങ്ങൾ തുടർന്നതോടെ ഇസ്രയേലിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും വ്യോമ പ്രതിരോധങ്ങൾ ഏറെക്കുറെ താറുമാറായ നിലയിലാണ്. UAE തീരത്ത് നിന്നും പോയ കണ്ടെയ്നർ കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. ബഹ്റൈനിലെ മുഹറാഖിലെ എണ്ണ ടാങ്കറിന് നേരെ ആക്രമണമുണ്ടായി. ഷാബ എണ്ണപ്പാടത്തിന് നേരെയുള്ള ഡ്രോൺ ആക്രമണം അവിടെ പ്രതിരോധിക്കാനായിട്ടുണ്ട്. കുവൈറ്റിൽ വൈദ്യുതി ലൈൻ കട്ടായി. കുവൈറ്റിലെ വൈദ്യുതി സംവിധാനം തകർത്തു. കുവൈറ്റ് റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ആക്രമണമുണ്ടായി. വിമാനത്താവളം ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായതായി വിവരമുണ്ട്. 2 പേർക്ക് നേരത്തെ പറഞ്ഞ ഈ കെട്ടിടത്തിലേക്ക് നടന്ന ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമുണ്ട്. ഇറാഖിലെ എർബിലിലുള്ള ഇറ്റാലിയൻ സൈനിക ബേസിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ദുബായിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യ 18 ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന വിവരം വരുന്നുണ്ട്. ഷാബ എണ്ണപ്പാടത്തിന് നേരെയുള്ള ഡ്രോൺ ആക്രമണം പ്രതിരോധിച്ചു എന്ന വിവരമുണ്ട്. ഖത്തറിന് നേരെ ബുധനാഴ്ച മാത്രം 9 മിസൈലുകളും നിരവധി ഡ്രോണുകളും എത്തിയിട്ടുണ്ട്. ഇസ്രായേലിൽ 24 മണിക്കൂറിനിടെ 179 പേർക്ക് പരിക്കേറ്റു എന്ന വിവരമുണ്ട്. അതോടെ 2745 പേർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ ഗൾഫ് മേഖലയിൽ ആശങ്ക തുടരുക തന്നെയാണ്. യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദമാണ് ഈ സമയത്ത് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇതിന് മുന്നോടിയായി താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച ചർച്ചകളിലൂടെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം ഒമാൻ സുൽത്താൻ മുന്നോട്ട് വെച്ചത്. യുദ്ധമല്ല, ചർച്ചയാണ് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടതെന്നും ഇറാനോട് ഒമാൻ അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇറാൻ 3 കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചത് യുദ്ധം അവസാനിപ്പിക്കാൻ. അതിൽ ചർച്ച നടത്താനുള്ള ഒരു സന്നദ്ധത സാഹചര്യം ഇറാൻ തുറന്നിട്ടത്. മാത്രവുമല്ല,
കഴിഞ്ഞ ദിവസം ഒരു UN പ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിലെ സൈനിക ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി പ്രമേയം പാസാക്കിയത്. ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബഹ്റൈൻ ഈ പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയത്തെ സമിതിയിലെ 15 അംഗങ്ങളിൽ 13 രാജ്യങ്ങളും അനുകൂലിക്കുന്നതാണ് നമ്മൾ കണ്ടത്. റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇറാന്റെ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഇത് ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണെന്നും ഈ പ്രമേയം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ബാധ്യസ്ഥരാണെന്ന് കാണിച്ച് റഷ്യ ഒരു ബദൽ പ്രമേയം അവതരിപ്പിച്ചുവെങ്കിലും അത് പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സൈനിക നടപടികൾ പൂർണ്ണമായും നിർത്തണമെന്നാവശ്യപ്പെടുന്ന പൊതു സ്വഭാവമുള്ളതായിരുന്നു റഷ്യയുടെ പ്രമേയം. പക്ഷേ അതിനെ ആരും പിന്തുണച്ചില്ല. 4 രാജ്യങ്ങൾ മാത്രമാണ് അനുകൂലിച്ചത്. 2 രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ 9 രാജ്യങ്ങൾ വിട്ടുനിൽക്കുന്നത് കൂടിയാണ് കണ്ടത്. അപ്പോൾ ഈ യുദ്ധം എങ്ങനെയും അവസാനിക്കണം എന്നതാണ് ലോകരാഷ്ട്രങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് പല വിധത്തിൽ നടക്കുന്നത്. ഒമാന്റെ നേതൃത്വത്തിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രം ഒരു ഭാഗത്തുണ്ട്. UN-ൽ ഉൾപ്പെടെ മറ്റ് പ്രമേയങ്ങൾ വരുന്നു, നടപടികൾ വരുന്നു. അപ്പോൾ എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കുക, ലോകം ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടുക എന്നതാണ് നടന്നുവരുന്ന ശ്രമം. പക്ഷേ അതിൽ ഈ യുദ്ധമുഖത്തുള്ള രാഷ്ട്രങ്ങൾ അതിനോട് അടുക്കുന്നില്ല എന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അവർ വെല്ലുവിളി തുടരുകയാണ്. അമേരിക്ക യുദ്ധം അവസാനിച്ചു എന്ന് പറയുമ്പോൾ ഇറാൻ പറയുന്നു ഞങ്ങൾ തീരുമാനിക്കും സമയമെന്ന്. ഇപ്പോൾ ഒമാന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇറാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ അമേരിക്ക ചിലത് തീർക്കാനുണ്ട് എന്ന സന്ദേശമാണ് നൽകുന്നത്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളുടെ ആശങ്കകൾ പ്രതിഫലിപ്പിക്കുന്നതാണ് UN-ൽ ബഹ്റൈൻ അവതരിപ്പിച്ച പ്രമേയം. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നിലവിൽ നടത്തുന്ന സൈനിക നടപടികളെക്കുറിച്ച് പ്രമേയത്തിൽ പരാമർശമില്ലായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. UN സുരക്ഷാ സമിതി പാസാക്കിയ പ്രമേയം പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഇറാൻ പ്രതികരിച്ചു. ഏകപക്ഷീയമായ ഇത്തരം നീക്കങ്ങൾ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഇറാൻ 3 ഉപാധികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇറാന്റെ സമ്പൂർണ്ണ നാശം ലക്ഷ്യമിട്ട അമേരിക്ക, നമുക്കറിയാം, ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് അവർ പ്രഖ്യാപിച്ചത്. അത് മാത്രവുമല്ല, ഉപാധികളില്ലാതെ കീഴടങ്ങണം എന്ന് ആണ് അമേരിക്ക ഇറാന് മുന്നിൽ വെച്ചിരുന്ന നിർദ്ദേശം. ആ അമേരിക്ക ഈ ഉപാധികൾ അംഗീകരിക്കുമോ? ഇറാന്റെ പരമാധികാരത്തിലേക്ക് കടന്നാണ് അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തിയത്. ഇറാന്റെ പരമാധികാരത്തിന് മേൽ കടന്നുകയറ്റം പാടില്ല എന്ന ഉപാധി അംഗീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചാൽ അത് ഇറാന്റെ വിജയമാകും. ഇതാണ് പിന്മാറാൻ അമേരിക്കയ്ക്ക് വെല്ലുവിളിയാകുന്ന പ്രധാനപ്പെട്ട ഘടകം. നമുക്കറിയാം, ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന 3 ഉപാധികൾ അതിൽ ഏത് അംഗീകരിച്ചാലും ഇതുവരെ ട്രംപ് പറഞ്ഞതിൽ നിന്നുള്ള പിന്മാറ്റമായി അത് ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് അതിൽ അമേരിക്ക വഴങ്ങുമോ, ഇസ്രയേൽ വഴങ്ങുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടുന്നതാണ്. എന്തായാലും ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. യുദ്ധം ക്ഷണിച്ചു വരുത്തുന്നത് തീരാ ദുഃഖവും കണ്ണീരും നഷ്ടങ്ങളും മാത്രമാണ്. യുദ്ധം കൊണ്ട് ഒരു പ്രശ്നവും ശാശ്വതമായി പരിഹരിക്കപ്പെടുന്നില്ല. അങ്ങനെ ഒരു ചരിത്രവും നമുക്ക് മുന്നിലില്ല. മറിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ യുദ്ധത്തിൽ യഥാർത്ഥ വിജയികൾ ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ വസ്തുത ഉൾക്കൊണ്ട് പ്രശ്ന പരിഹാരം ഉണ്ടാകട്ടെ പശ്ചിമേഷ്യയിൽ എന്ന് നമുക്ക് ആശിക്കാം. അതിന് രാഷ്ട്രങ്ങൾ തയ്യാറാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ യുദ്ധം ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള ചില സമ്മർദ്ദ തന്ത്രങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ 13ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആകെ ലോകരാഷ്ട്രങ്ങൾ വലയുകയാണ്. വാണിജ്യ LPG സിലിണ്ടർ വിതരണത്തെ വലിയ രീതിയിൽ ഈ യുദ്ധം ബാധിച്ചതോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഹോട്ടലുകൾ അടച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പരിശോധിച്ചതാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഹോട്ടലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നത് കണ്ടതാണ്. ഒട്ടേറെ അനുബന്ധ മേഖലകളെ കൂടി ബാധിക്കുന്ന ഗുരുതര പ്രതിസന്ധി രൂപപ്പെടുകയാണ് ഈ 13ാം ദിവസം യുദ്ധമെത്തുമ്പോൾ. ആപധിഷ്ഠിത ക്ലൗഡ് കിച്ചണുകളും വിവാഹ വിരുന്ന്, ഇഫ്താർ പാർട്ടി കരാറുകളെടുത്ത കാറ്ററിംഗ് സ്ഥാപനങ്ങളും ഉൾപ്പെടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം അതിരൂക്ഷമാണ്.
പല പ്രമുഖ ഹോട്ടലുകളും ഗ്യാസ് ലഭ്യമാകാത്തതിനെ തുടർന്ന് അടച്ചിടേണ്ട അവസ്ഥയിലാണ്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ അതേസമയം ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയെന്ന റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ ആശ്വാസമാകുന്നതാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കപ്പലുകൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നതിൽ ഒരു വ്യക്തത വരുത്തിയില്ല. എങ്കിൽ പോലും അത്തരം വാർത്തകൾ വലിയ ആശ്വാസം നൽകുന്നതാണ്. ചർച്ചകൾ നടക്കുന്നു എന്നത്. അപ്പോൾ എന്താണ് രാജ്യത്തെ സാഹചര്യം എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പാചകവാതക ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അവശ്യ സേവന നിയമം പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഗാർഹിക LPG, പൈപ്പിലൂടെയുള്ള PNG, വാഹനങ്ങൾക്കുള്ള CNG എന്നിവയുടെ ഉൽപ്പാദനം കൂട്ടാൻ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മറ്റ് മേഖലകളിൽ നിയന്ത്രണം കർശനമാക്കിയിരുന്നു. ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിനും 25 ദിവസത്തെ ഇടവേള നിശ്ചയിച്ചിരുന്നു. ഗാർഹികേതര ആവശ്യങ്ങളിൽ ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മുൻഗണന നൽകിയിരുന്നു. തേയില, മറ്റ് വ്യവസായങ്ങൾ എന്നിവയ്ക്ക് കഴിഞ്ഞ 6 മാസത്തെ ശരാശരി ഉപഭോഗം കണക്കാക്കി അതിന്റെ 80%, വളം ഉൽപ്പാദകർക്ക് 70% ലഭ്യതയനുസരിച്ച് നൽകുക എന്നതായിരുന്നു നിർദ്ദേശം. ഹോട്ടലുകൾക്കും വ്യവസായങ്ങൾക്കുമുള്ള വിതരണം പരിശോധിക്കാൻ 3-അംഗ സമിതിയെ കേന്ദ്രം നിയോഗിച്ചിരുന്നു. ഈ നിയന്ത്രണങ്ങൾ ഉള്ളപ്പോൾ തന്നെ സ്ഥിതിഗതികൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് എന്നതാണ് മനസ്സിലാകുന്നത്. പാചകവാതക ക്ഷാമം അതിരൂക്ഷമാണ് രാജ്യത്ത്. സംസ്ഥാനത്തും അതിന്റെ വലിയ കെടുതികൾ തുടങ്ങുകയാണ്. സംസ്ഥാനത്ത് കൂടുതൽ ഹോട്ടലുകൾ പൂട്ടേണ്ടുന്ന ഒരു സാഹചര്യമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പലയിടത്തും നിയന്ത്രണങ്ങളാണ്. ഒറ്റ ഇന ഭക്ഷണങ്ങളിലേക്കൊക്കെ ഹോട്ടലുകൾ മാറിയിരിക്കുകയാണ്. അതായത് നമുക്ക് അവിടെ ചെന്ന് ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അവരുടെ പരിമിതമായ LPG വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ മാത്രം ലഭ്യമാക്കുന്നതിലേക്ക് പോകുന്നു. അങ്ങനെ പോയാൽ പോലും 2-3 ദിവസം കൂടി മാത്രമേ ഈ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന ആശങ്കയാണ് ഈ ഹോട്ടൽ ഉടമകളൊക്കെ പങ്കുവെക്കുന്നത്. മാത്രവുമല്ല അവർ അവരുടെ പ്രവർത്തനം വളരെ ചുരുക്കിയിരിക്കുന്നു. നമുക്ക് സ്വിഗ്ഗി വഴിയും മറ്റുമൊക്കെ ഓർഡർ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ആപ്പുകൾ വഴി ഫുഡ് വാങ്ങാൻ പറ്റുന്ന സംവിധാനമൊക്കെ പലയിടങ്ങളിലും നിർത്തലാക്കുന്നു തുടങ്ങിയ വാർത്തകളൊക്കെയുണ്ട്. വലിയ രീതിയിലുള്ള ആശങ്കകൾ ഇവിടങ്ങളിലൊക്കെ നിലനിൽക്കുകയാണ്. 2 ദിവസത്തെ പ്രവർത്തനത്തിനുള്ള LPG മാത്രമേ ലഭ്യത ഉള്ളൂ എന്നതാണ് പലരും ചൂണ്ടിക്കാട്ടുന്ന കാര്യം. കാറ്ററിംഗ് സ്ഥാപനങ്ങൾ പലതും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. പാചകവാതക ക്ഷാമം സംസ്ഥാനത്ത് ഹോട്ടലുകളെ നേരിട്ട് ബാധിച്ചു തുടങ്ങിയെന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. വിപണിയിൽ നിന്ന് കൂടുതൽ വില കൊടുത്താണ് ഗ്യാസ് സിലിണ്ടർ വാങ്ങിക്കുന്നതെന്ന് പലരും പറയുന്നു. അതുപോലും ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നതാണ് പറയുന്നത്. വിറകടുപ്പിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം ആണ് നിലനിൽക്കുന്നത് എന്നത് ചില ഹോട്ടൽ ഉടമകൾ പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ സംസ്ഥാനത്തെ വിവിധ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അവരുടെ പ്രതികരണങ്ങൾ തേടുകയും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്തു. ആ പ്രതികരണത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഗ്യാസ് കുറവ് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ വിറകടുപ്പിലേക്ക് മാറേണ്ട ഗതി വന്നു. ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ 5 കുറ്റി കിട്ടുന്നിടത്ത് 1 കുറ്റി ഒരു തരുന്നുള്ളൂ. അതില്ല, എല്ലാവർക്കും കൊടുക്കണം. അവരെന്നെ ഇപ്പോൾ ഗ്യാസിന് വില കൂടി 2100 രൂപയ്ക്കാണ് വലിയ കുറ്റി കിട്ടുന്നത്. പ്രൈവറ്റ് ഗ്യാസ് മറ്റേ ഇന്ത്യൻ്റെ വലിയ കുറ്റിയില്ല. അത് അതേമാതിരി മറ്റേ ഭാരതി ഗ്യാസ് HBന്ന് വലിയ കുറ്റി, കൊമേഴ്ഷ്യൽ കുറ്റി ഇപ്പോൾ 2000. സാധാരണ എത്ര കുറ്റി വേണം ഒരു ദിവസം 2 കുറ്റി എടുത്ത് വാങ്ങിയിരുന്നു ദിവസം. പിന്നെ ഇപ്പോൾ വിറകിലേക്ക് മാറിപ്പോൾ ഇനിയിപ്പോൾ കിട്ടാനായിട്ട് ഞാൻ പൊറോട്ടയൊക്കെ കഴിഞ്ഞ് വിറകടുപ്പിലേക്ക് ആക്കാൻ നോക്കേണ്ടത്. 2-3 സിലിണ്ടർ വേണം. കിട്ടാത്ത സാഹചര്യം തന്നെയാണ് ഇപ്പോഴും. കിട്ടാൻ സാധ്യത കുറവാണ്. മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കില്ല ഇങ്ങനെയാണ്. കുറവാണ്. ഗ്യാസ് അടച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെ എല്ലാവർക്കും. പിന്നെ എല്ലാ പ്രസ്ഥാനം നടത്തുന്നവർക്കും തട്ടുകട നടത്തുന്നവർക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വീട്ടിൽ സാധാരണക്കാർക്ക് വിറവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വീണ്ടും പുറകിലോട്ട് തന്നെ പോകേണ്ടി വരും. ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ടിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ ക്ഷാമം ഞങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടിലേക്ക് കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത്രയും 10-65 സ്റ്റാഫ് ഞങ്ങൾക്കുണ്ട്. ആ സ്റ്റാഫിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ വർക്ക് കൊണ്ടും മാത്രമായിരുന്നു. ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം വന്നതോടുകൂടി നമുക്ക് റെസ്റ്റോറൻറ്റ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണ്. നമുക്ക് തന്നെ പാർട്ടി ഓർഡറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൽ ഈ റെസ്റ്റോറൻറ്റിലൂടെ നടക്കുന്നതാണ്. അപ്പം ഇതെല്ലാം നമുക്ക് മൊത്തത്തിൽ അടച്ചിടേണ്ടവരാണ്. പലരോടും കമ്മിറ്റ്മെൻറ്റ് ചെയ്ത് വർക്കുകൾ തന്നെ നമുക്കിപ്പോൾ പെൻഡിങ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഉപയോഗിക്കാനുള്ള ഗ്യാസ് മാത്രമേ ഉള്ളൂ ഇനി നമുക്കുള്ളൂ. ഗ്യാസ് കിട്ടാത്ത വളരെ ഉണ്ട്. ഞങ്ങൾ ഗ്യാസിന് വേണ്ടി മാക്സിമം എല്ലായിടത്തും നോക്കി. അപ്പം കുറച്ച് പേര് ഗ്യാസ് അവിടെ ഗോഡൗണിൽ പോയപ്പോൾ ഗ്യാസ് ഉണ്ട്, പക്ഷെ അവർ ഗ്യാസ് തരുന്നില്ല. അവർ പറഞ്ഞ അവർ ഹോസ്പിറ്റലിലെ കൊടുക്കുള്ളൂ, അവർ വേണ്ടപ്പെട്ടവരൊക്കെ കൊടുക്കുള്ളൂ എന്നുള്ള കാര്യം കൂടെ അവർ അങ്ങനെയും പറയുന്നുണ്ട്. ഇത്രയധികം പ്രതിസന്ധിയിലേക്ക് പോയത് 3 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടുന്നില്ല.
പിന്നെ ഉള്ള ഗ്യാസ് അഡ്ജസ്റ്റ് ചെയ്ത് ചരിച്ച് മറിച്ചൊക്കെ ഇട്ടാണ് ഞങ്ങൾ മാക്സിമം. എത്ര സിലിണ്ടർ സാധാരണ ഉപയോഗിക്കാറുണ്ട്? ബിരിയാണിയാണ് ഇവിടുത്തെ മെയിൻ വിഭവം. ചെന്നൈ റോയൽ ബിരിയാണി എന്നാണ് കടയുടെ പേര്. ബിരിയാണിയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. വിറക് ഇപ്പോൾ ഒരിടത്തും കിട്ടാറില്ല, കാരണം എല്ലായിടത്തു നിന്നും വിറകുകൾ വാങ്ങിച്ചുകൊണ്ട് ആൾക്കാർ പോകുന്നുണ്ട്. ഇപ്പം വിറക് ഞങ്ങൾ മെനക്കെട്ട് രണ്ടിടത്തു നിന്ന് പറഞ്ഞ് വേറെ കൊടുക്കില്ലെന്ന് പറഞ്ഞ് അഡ്വാൻസ് കൊടുത്ത് വിളിച്ച് പറഞ്ഞ് കൊടുത്തിട്ട് ഞങ്ങൾ അപ്പം തന്നെ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. ഗ്യാസിന്റെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിപ്പം വിറകിനിപ്പം 3000 രൂപയായി ഞങ്ങൾക്ക് ഇത്ര ഇറക്കിയത്. നോക്കൂ, അപ്പോൾ എത്രമാത്രം പ്രതിസന്ധിയിലൂടെയാണ്, ആശങ്കയിലൂടെയാണ് ഈ ഹോട്ടലുകൾ കടന്നു പോകുന്നതെന്ന് നമുക്കറിയാം. അവിടെ ജോലി ചെയ്യുന്ന എത്രയധികം മനുഷ്യരുണ്ട്. മാത്രവുമല്ല, നമ്മൾ ഈ ആപ്പുകൾ ഉപയോഗിച്ചൊക്കെ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ അത് കൊണ്ടുവരുന്ന ജീവനക്കാർ, അനുബന്ധ ജീവനക്കാർ, അങ്ങനെ എത്രയധികം ആളുകളുടെ ജോലിയെ ബാധിക്കുന്ന വിഷയമാണ്. ഈ ഹോട്ടലുകളിലൊക്കെ നിൽക്കുന്നത് അന്യ സംസ്ഥാനങ്ങൾ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ജീവനക്കാരൊക്കെയാണ്. അപ്പോൾ ജോലിയൊക്കെ മുടങ്ങിയാൽ ഇവർ തിരിച്ച് നാട്ടുകളിലേക്കൊക്കെ പോയാൽ പിന്നീട് അവരെ കണ്ടെത്തുക, അതൊക്കെ വലിയ രീതിയിലുള്ള ഈ പ്രവർത്തനത്തെ ബാധിക്കും. വലിയ ആശങ്ക അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൊക്കെ നിലനിൽക്കുകയാണ്. ഈ പാചകവാതക പ്രതിസന്ധി എന്ന് പറയുന്നത് ഹോട്ടലുകളെ മാത്രമാണോ ബാധിക്കുന്നത്? അല്ല, ശ്മശാനങ്ങളുടെ നടത്തിപ്പുകളെ വരെ ഇത് ബാധിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള സ്മൃതിപഥത്തിന്റെ പ്രവർത്തനം നാളെ മുതൽ പൂർണ്ണമായും മുടങ്ങും എന്നതാണ് അവർ പറയുന്നത്. ഇത് കോഴിക്കോട്ടെ മാത്രം സാഹചര്യമല്ല, തൃശ്ശൂരിലായാലും കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും ഒക്കെ ഈ രീതിയിൽ ഇലക്ട്രിക് അല്ലാത്ത ഇടങ്ങളിലുള്ള ശ്മശാനങ്ങളുടെ പ്രവർത്തനത്തെയൊക്കെ ഇത് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് പറയുന്നത്. പ്രതിദിനം 10 മൃതദേഹം സംസ്കരിക്കുന്ന ഇവിടെ 15 സിലിണ്ടറുകളാണ് ആവശ്യമായി വരുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് പല മേഖലകളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ശ്മശാനങ്ങളുടെ പ്രവർത്തനത്തെ വരെ ബാധിക്കുന്നു എന്നതാണ് പറയുന്നത്. ഇപ്പം ഗ്യാസ് ഇല്ല, ഗ്യാസ് വരാനില്ലാത്തതുകൊണ്ട് ബോഡി വെക്കുന്നില്ല. ഈ ഒരു ദിവസം 8 ബോഡിയൊക്കെ വരുന്ന സ്ഥലമാണ് അല്ലേ? അത് വലിയ തോതിൽ സിലിണ്ടറുകൾ വേണ്ടി വരും അല്ലേ? ഒരു 10-15 സിലിണ്ടറിലും ഇല്ലാതെ ഒരു ദിവസം പോകില്ലായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? വേറെ സ്ഥലങ്ങളിലേക്ക് വിടും അല്ലേ? വേറെ മസാല ഉണ്ടല്ലോ, അങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സിലിണ്ടർ ഇല്ലായ്മ ഇവിടെയും വലുതായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ആശങ്ക അതുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുകയാണ്. രാജ്യത്ത് പാചകവാതക ക്ഷാമം രൂക്ഷമാകുന്നതിനിടെ സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾക്ക് മാർഗനിർദ്ദേശങ്ങളുമായി പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. പാചകവാതക ക്ഷാമം മൂലം സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി മുടങ്ങാൻ പാടില്ല എന്നും ഇതിനായി കേരളത്തിലുടനീളമുള്ള സ്കൂളുകൾക്ക് പാചകത്തിന് വിറക് ഉപയോഗിക്കാമെന്നുമാണ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായുള്ള താൽക്കാലിക അനുമതി പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹോസ്റ്റലുകൾ അടച്ചതോടെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. അങ്ങനെ പല മേഖലകളിൽ, പല ഇടങ്ങളിൽ പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ്. ഹോട്ടലുകൾ അടച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കഴിക്കുന്ന പലയിടത്തുനിന്ന് വന്ന് താമസിക്കുന്ന മറ്റ് ജോലി മേഖലകളിലുള്ളവരെ കൂടി അത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വീടുകളിൽ ബുക്ക് ചെയ്തിട്ട് LPG കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്ന നിരവധി ഇടങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. ഇത് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒപ്പം റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ഒക്കെ കേന്ദ്രത്തിന് കത്തയച്ച സാഹചര്യമൊക്കെ ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ പ്രതിസന്ധി തുടരുകയാണ്. കേന്ദ്ര സർക്കാർ അതേസമയം ആശങ്ക വേണ്ട എന്ന ഒരു കാര്യമാണ് എല്ലാവരോടുമായി പറയുന്നത്. നടപടികൾ എടുക്കുകയാണ്. വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന സൂചനയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ നൽകുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയതായുള്ള റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങളിൽ വന്നതാണ് വലിയ ആശ്വാസം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കുണ്ടാകുന്നത്. വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും നടത്തിയ നിർണായക ചർച്ചകളാണ് ഈ നയതന്ത്ര വിജയത്തിന് പിന്നിലെ കാരണമായ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ തുടർന്ന് പുഷ്പക്, പരിമൾ എന്നീ 2 ഇന്ത്യൻ ചരക്ക് കപ്പലുകൾ ഉപരോധങ്ങൾക്കിടയിലും ഹോർമുസ് കടലിടുക്ക് കടന്ന് സുരക്ഷിതമായി വരുന്നു എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കപ്പലുകൾ കരയടുക്കുന്നത് കൊണ്ടുകൂടി നമ്മുടെ ഈ ആശങ്കകൾ അകലുമോ എന്നതാണ് എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇന്ത്യയുമായുള്ള ഈ ധാരണ ശ്രദ്ധേയമാകുന്നത്. ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ മാസങ്ങളിൽ 3 തവണയാണ്
ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ ചർച്ച നടത്തിയത്. സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി വന്ന ലിബിയൻ കപ്പലിനും ഈ പാത ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനത്തിന്റെ ഫലമാണ് ഇത് എന്ന വിലയിരുത്തലുകളുമൊക്കെ വരുന്നുണ്ട്. റഷ്യയുമായും ഇന്ത്യ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാനുള്ള പല വിധത്തിലുള്ള നയതന്ത്രപരമായ ഇടപെടലുകളൊക്കെ ഇന്ത്യ നടത്തിവരികയാണ്. അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ട, പ്രതിസന്ധി നമ്മൾ മറികടക്കുമെന്നതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന. മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിൽ കപ്പലുകളുടെ സുരക്ഷയെക്കുറിച്ചും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെക്കുറിച്ചും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ 3 തവണ ചർച്ച നടത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കൂടുതൽ കാര്യങ്ങൾ എന്നാൽ വ്യക്തമാക്കാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല. അതായത് ഈ കപ്പലുകൾ പുറപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അത് പിന്നീടുണ്ടാകും എന്നതാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഇത്രമാത്രം വ്യക്തമാക്കുന്നു എന്നതാണ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. ഇറാനിൽ നിന്നും കരമാർഗം മടങ്ങാൻ ആഗ്രഹിക്കുന്ന 9,000-ഓളം വരുന്ന ഇന്ത്യൻ പൗരന്മാരെ അസർബൈജാൻ അർമേനിയ അതിർത്തികൾ വഴി മടക്കിക്കൊണ്ടുവരാൻ മന്ത്രാലയം സഹായം നൽകുന്നുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം അറിയിച്ചു. അപ്പോൾ എന്താണ് ഇക്കാര്യങ്ങളിലെ നിജസ്ഥിതി എന്നത് വിദേശകാര്യ മന്ത്രാലയം തന്നെ ഉടൻ വിശദീകരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് നിഷേധിച്ചിട്ടില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. വലിയ പ്രതിസന്ധി ലോകത്താകമാനം ഉണ്ടാവുകയാണ്. അപ്പോഴാണ് ഇന്ത്യയിൽ ഈ കരയെടുക്കുന്ന കപ്പലിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് നമ്മൾ. ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിന്റെ സൂചനയായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അവിടെ മറ്റ് കപ്പലുകൾക്ക് കടന്നുപോകാൻ അനുമതി ഇറാൻ നിഷേധിക്കുമ്പോൾ ഇന്ത്യയുടെ കപ്പലുകൾ കടന്നു പോകാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ ഈ വിഷയങ്ങളിൽ സ്വീകരിച്ച സമീപനങ്ങളുടെ നയതന്ത്ര വിജയം എന്നതാണ് കണക്കാക്കുന്നത്. എന്തായാലും അതിലാണ് എല്ലാ പ്രതീക്ഷയും. നമുക്ക് കാത്തിരിക്കാം യുദ്ധം അവസാനിക്കാനും ഈ പ്രതിസന്ധികളൊക്കെ നീളാനും. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. അപ്പോൾ യുദ്ധവാർത്തകളിൽ നിന്ന് നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊച്ചു ജില്ലയായ ആലപ്പുഴയിൽ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ വാർത്തയുണ്ടായിട്ടുള്ള സ്ഥലമാണ്. പാർട്ടിയെ വെല്ലുവിളിച്ച് സുധാകരൻ പുറത്തേക്കിറങ്ങുകയാണ്. ഒരു അനുനയ ശ്രമങ്ങൾക്കും ജി സുധാകരൻ വഴങ്ങിയില്ല. 6 പതിറ്റാണ്ട് നീണ്ട CPM ബന്ധം ഉപേക്ഷിച്ച് ജി സുധാകരൻ സ്വതന്ത്രനായിരിക്കുന്ന ദിവസമാണ്. വെറുതെ അങ്ങിറങ്ങിയതല്ല, പറയാനുള്ളതൊക്കെ പറഞ്ഞ് വിശദമായി 1.5 മണിക്കൂറിലധികം നീണ്ട വാർത്താസമ്മേളനം നടത്തിക്കൊണ്ടാണ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഭാരവും ജി സുധാകരൻ ഇറക്കി വെച്ചിരിക്കുന്നത്. നിർണായക തെരഞ്ഞെടുപ്പിന്റെ പടിവാതുക്കൽ വൻ വെല്ലുവിളിയാണ് CPM-ന് സുധാകരന്റെ ഈ നീക്കം. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന ജി സുധാകരന്റെ പ്രഖ്യാപനം 140 മണ്ഡലങ്ങളിലും ചർച്ചയാകും. പാർട്ടിയെ വിട്ടുപറയാതെ സുധാകരനെ അനുനയിപ്പിക്കാൻ ഇനി എന്തെങ്കിലും സാധ്യതകൾ മുന്നിലുണ്ടോ? കോൺഗ്രസ് പിന്തുണ തേടുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഈ മണിക്കൂറുകളിൽ അവശേഷിക്കുകയാണ്. നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇന്ന് 11 മണിക്ക് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ്, കൃത്യം 11 മണിക്ക് തുടങ്ങി ആ വാർത്താ സമ്മേളനം. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന നിർണായക പ്രഖ്യാപനം ജി സുധാകരൻ നടത്തുന്നത്. ഒരു പാർട്ടിയുമായും മുന്നണിയുമായും ധാരണ ഉണ്ടാക്കിയിട്ടില്ല എന്ന് സുധാകരൻ പറയുന്നു. പിന്തുണ പ്രഖ്യാപിച്ചാൽ അപ്പോൾ പരിശോധിച്ച് തീരുമാനിക്കും. കോൺഗ്രസ് പിന്തുണയിലാണ് മത്സരമെന്ന വാർത്ത നിഷേധിച്ചെങ്കിലും ബംഗാളിലും തമിഴ്നാട്ടിലും അടക്കം കോൺഗ്രസുമായി ചേർന്നല്ലേ CPM മത്സരിക്കുന്നതെന്ന ഒരു മറുചോദ്യം സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പാർട്ടിക്കെതിരല്ല തന്റെ മത്സരമെന്ന് അവകാശപ്പെട്ട സുധാകരൻ ഇതുവരെ മത്സരിച്ച ആശയമുയർത്തിയാകും തുടർന്നും മത്സരിക്കുക എന്ന് വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. എല്ലാ വിഭാഗം ആളുകളുമായും തനിക്ക് സഹകരണമുണ്ട്, അവരുടെയൊക്കെ പിന്തുണ പ്രതീക്ഷിക്കുന്നു താൻ. വർഗീയതയുമായി വിട്ടുവീഴ്ചയില്ല. എല്ലാത്തരം അഴിമതിക്കെതിരെയും എല്ലാ പാർട്ടിയിലെയും പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്കും എതിരെയാണ് പോരാട്ടം എന്ന് ജി സുധാകരൻ പ്രഖ്യാപിച്ചു. ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ വാർത്താ സമ്മേളനമാണ് ഇന്ന് ആലപ്പുഴയിൽ നടന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെ പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ ഒഴിവായി 2-3 ആഴ്ച പുതുക്കി പാർട്ടി മെമ്പറല്ല, അത്ര ഞാൻ സ്വതന്ത്രമായി ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു.
36 വർഷം പാർട്ടി വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. പാർട്ടിയെ ആക്ഷേപിക്കാനില്ല. 12 പാർട്ടി കോൺഗ്രസുകളിൽ കേരളത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. പാർട്ടി ആശയങ്ങളും ആദർശങ്ങളും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് സുധാകരൻ പറയുന്നു. പാർട്ടി ജീവിതം നയിക്കുന്ന തന്നെ വ്യക്തിഹത്യ ചെയ്തു. തന്റെ അച്ഛന് വരെ ചില പാർട്ടി അംഗങ്ങൾ പറഞ്ഞു. മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയാണ് പാർട്ടി പ്രവർത്തനം താൻ നടത്തിയത്. സജി ചെറിയാനെതിരെയും ജി സുധാകരൻ വിമർശനം ഉന്നയിച്ചു. ഭരണഘടനയെ കുന്തം കുടച്ചക്രം എന്നൊന്നും താൻ പറയില്ല. യഥാർത്ഥ പാർട്ടി രീതി പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്ഥാനത്ത് എത്ര കാലം ഇരുന്നു എന്നതല്ല, എന്ത് ചെയ്തു എന്നതാണ് നോക്കേണ്ടതെന്നും ജി സുധാകരൻ പറയും. ഒരു പാർട്ടിയിലും ചേരാനും ഉദ്ദേശിക്കുന്നില്ല, ഒരു മുന്നണിയിലും ചേരാനും ഉദ്ദേശിക്കുന്നില്ല. ക്ലിയറായ കാര്യമാണ്. വ്യക്തിഹത്യ ആരെയും ഞാൻ നടത്തിയിട്ടില്ല, എനിക്ക് നടത്താൻ ഉദ്ദേശിക്കില്ല. എന്നെ നടത്തുന്നു. എൻ്റെ അച്ഛനും വരെ വിളിച്ചിട്ടുണ്ട്, അയച്ചു പറഞ്ഞു. അടുത്ത കാലത്ത് എൻ്റെ പേര് പോലെ സുധാകുരൻ എന്ന ഒരാൾ അമ്പലപ്പുഴക്കാരൻ പേരുണ്ട്, സുധാകുരൻ. ഒരു ഉപരി കമ്മിറ്റിയോ ഒരു ജില്ലാ കമ്മിറ്റിയോ ഒരു ഏരിയ കമ്മിറ്റിയോ ആരും അതിൽ എടുക്കുന്നില്ല. എന്തെങ്കിലും ശ്രദ്ധിക്കുന്നില്ലയോ? നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത് ജില്ലാ കമ്മിറ്റിയോടോ? ക്ഷേത്രത്തൊന്നും കയറ്റാൻ പറ്റിയ ആളല്ല. അയാളുടെ ഭക്ഷണ രീതി അത് പറ്റിയതല്ല. അതാ ഞാൻ പറയുന്നത്. ഇതിവിടെ നടക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൂടെ കൊണ്ടു നടത്തുക, അവരെ ആയുധമാക്കി വ്യക്തിഹത്യ നടത്തുക. അത് ഇന്നാലൊന്നുമില്ല. പാർട്ടിക്കകത്ത് നിൽക്കുന്നവരെയും നടത്തുന്നതുകൊണ്ടാണ് അത് എൻ്റെ അച്ഛനെ വിളിച്ചത്. തന്നെ പലരും വ്യക്തിഹത്യ നടത്തി, പക്ഷെ താൻ വ്യക്തിഹത്യ നടത്തിയിട്ടില്ല എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ഒരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു. ഒരു മുന്നണിയുടെയും ഭാഗമാകില്ല എന്നും ജി സുധാകരൻ പറയുന്നു. തന്നെ വ്യക്തിഹത്യ ചെയ്തു, സുധാകുരൻ എന്ന് പോലും വിളിക്കുന്ന സാഹചര്യമുണ്ടായി. പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൂടെ കൊണ്ടു നടക്കുന്നു എന്ന ആരോപണം അദ്ദേഹം ആവർത്തിക്കുന്നു എന്നതുകൂടി നമ്മൾ കാണണം. തൻ്റെ അച്ഛനെ വിളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെ പാർട്ടി ജീവിതം നയിക്കുന്ന ആളെ വ്യക്തിഹത്യ നടത്തുന്നത് എന്തിനാണ്? രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയുധം. വലിയ പോരായ്മ പാർട്ടി നേതൃത്വത്തിനുണ്ടായി എന്ന് ജി സുധാകരൻ പറയുകയാണ്. നേതാക്കൾ ആത്മപരിശോധന നടത്തണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കടുത്ത ഭാഷകൾ ഉപയോഗിക്കുന്നു, അപ്പോൾ പോലും അതിൽ എവിടെയൊക്കെയോ ചില മിതത്വം പാലിക്കുന്നു. പാർട്ടിക്കെതിരല്ല താൻ എന്ന് അദ്ദേഹം പറയുകയാണ്. വാർത്താ സമ്മേളനത്തിൽ തന്റെ ഭരണകാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറയാനും ജി സുധാകരൻ ശ്രമിച്ചിട്ടുണ്ട്. എളമരം കരീമിന് നേർക്കും സുധാകരൻ വിമർശനം ഉന്നയിച്ചു. രാജ്യസഭയുടെ പടിയിറങ്ങിയപ്പോൾ തന്നെ ലോക്സഭയിലേക്ക് മത്സരിച്ചു. കരീമിക്ക എന്ന് കോഴിക്കോട് പോസ്റ്റർ പതിച്ചു. സെക്യുലർ മുസ്ലിം എന്ന് വരുത്താൻ ശ്രമിച്ചു. മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലും തനിക്കായിരുന്നു ഭൂരിപക്ഷമെന്ന് സുധാകരൻ ചൂണ്ടിക്കാട്ടി. സഹോദരന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചും ജി സുധാകരൻ പരാമർശിച്ചു. ഭുവനേശ്വരനെ അറിയാത്തവർ തന്നെ വിമർശിക്കാൻ വരുന്നുണ്ട്. വീട്ടിലെ ആഞ്ഞിലി മരം വെട്ടിവിറ്റ കാശുകൊണ്ടാണ് കേസ് നടത്തിയതെന്നും സുധാകരൻ പറഞ്ഞു. അങ്ങനെ തൻ്റെ പാർട്ടി ബന്ധത്തിൻ്റെ 60 കൊല്ലം അതിൽ ചെയ്തതും പറഞ്ഞതും തനിക്ക് ഉണ്ടായ മോശം അനുഭവങ്ങളും എല്ലാം എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ജി സുധാകരന്റെ വാർത്താ സമ്മേളനം. CPM ബന്ധം ഉപേക്ഷിച്ച് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ജി സുധാകരനെതിരെ മറ്റ് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം നേതാക്കൾ രംഗത്ത് വരുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. MA ബേബി ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. അത് ജി സുധാകരൻ തന്നെ ഇന്ന് സ്ഥിരീകരിച്ചതാണ്. ഈ വിഷയത്തിൽ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം വന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം, സുധാകരന്റെ നിലപാട് ദൗർഭാഗ്യകരം എന്നതായിരുന്നു. പാർട്ടി ഒരിക്കലും അദ്ദേഹത്തെ അധിക്ഷേപിക്കില്ല, പാർട്ടിയുടെ സ്വത്താണ് അദ്ദേഹം എന്നതാണ് MA ബേബി പറഞ്ഞത്. അപ്പോൾ MA ബേബിയുടെ പ്രതികരണം കാണാം. ജി സുധാകരനെ പോലെ ദീർഘകാലം പാർട്ടിയുമായി ബന്ധപ്പെട്ട് ബോധിച്ചു പോന്നിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ളവരുടെ എല്ലാം നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്ന വ്യക്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത് വളരെയധികം നിർഭാഗ്യകരമാണ്. എന്തായാലും പാർട്ടിയുടെ മീറ്റിംഗ് യോഗം ചേരുന്നുണ്ട് നാളെ. അപ്പം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുഃഖകരമാണ്.
എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചതിന് ശേഷം പാർട്ടി എന്നുള്ള നിലയിൽ അപ്പോ ദൗർഭാഗ്യകരം ആണ് സാഹചര്യം എന്നത് ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കുന്നു. അപ്പോഴും ചില മിതത്വം അദ്ദേഹം വാക്കുകളിൽ പുലർത്തുന്നുണ്ട്. പക്ഷേ ആലപ്പുഴയിലെ നേതാക്കളിലേക്ക് വരുമ്പോൾ കാര്യം അതല്ല. CPM ബന്ധം ഉപേക്ഷിച്ച് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന G. സുധാകരനെതിരെ CPM ആലപ്പുഴ ജില്ലാ നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നു. അമ്പലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയായതിൽ മാറ്റമില്ലെന്നും സുധാകരന്റെ നിലപാടിനൊപ്പം പോകുന്ന ഒരാൾ പോലും അമ്പലപ്പുഴയിലെ പാർട്ടിയിലില്ല എന്നുമാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ സിറ്റിംഗ് MLA H. സലാം തന്നെ CPM സ്ഥാനാർത്ഥിയാകും എന്ന സൂചനയാണ് നാസർ നൽകിയിരിക്കുന്നത്. രോഗം എന്താണെന്ന് പാർട്ടി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നുവെന്നും സുധാകരൻ അതിനുള്ള വഴി വെട്ടുന്നതാണ് പിന്നീട് കണ്ടതെന്നുമാണ് R. നാസർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. സുധാകരനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി സജി ചെറിയാനും രംഗത്ത് വന്നു. സുധാകരൻ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നും എന്നാൽ അദ്ദേഹം മത്സരിക്കുന്നത് കൊണ്ട് ആലപ്പുഴയിലെ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുമാണ് സജി ചെറിയാൻ പരിഹസിച്ചത്. പാർട്ടിയെ തള്ളിപ്പറയേണ്ട തരത്തിൽ ഒരു ദ്രോഹവും CPM G. സുധാകരനോട് ചെയ്തിട്ടില്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു. അപ്പോൾ പ്രതികരണം കാണാം. ഒരിക്കലും ഇങ്ങനൊരു അവയം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെ എല്ലാം വേദനിപ്പിക്കുന്നത്, ഞങ്ങളെ എല്ലാം ദുഃഖിപ്പിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു പാർട്ടി ഒരു വലിയ സ്വയംവിമർശനം നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയെല്ലാം ആയാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് വലിയൊരു തെളിവാണ്. അദ്ദേഹം ഞാൻ പ്രതീക്ഷിക്കുന്നത് അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അദ്ദേഹത്തിൽ പിന്മാറും എന്നാണ് ഞാൻ കരുതുന്നത്. വീണ്ടും ചിന്തിക്കുന്നെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രൂപത്തിലേക്ക് അദ്ദേഹം തന്നെ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം, അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടല്ലോ. ആ ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പാടില്ലാത്തതാണത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത. പാർട്ടിക്കെതിരായി വന്നാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് G. സുധാകരൻ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്നതാണ് അമ്പലപ്പുഴ MLA H. സലാം പറഞ്ഞത്. അതുതന്നെയാകും തിരിച്ചു പ്രയോഗിക്കുക. പുറത്തു വന്നത് രാഷ്ട്രീയ നാടകത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. സുധാകരൻ നേതൃത്വത്തെ തള്ളിപ്പറയാത്തത് തന്ത്രശാലി ആയതുകൊണ്ടാണ് എന്നും H. സലാം പറഞ്ഞു. ഇപ്പോൾ അരങ്ങേറുന്ന നാടകത്തിന്റെ ഒരു രംഗം മാത്രമേ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. 2 രംഗം കൂടി വരാനുണ്ട്. ഒന്ന് UDFൻ്റെതാണ്, പിന്നെ ഒന്ന് BJPയുടേതാണ്. ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടൊരു കാര്യമല്ല, വളരെയേറെ ആലോചിച്ച് പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരാൾ പാർട്ടിയെ ചതിച്ച് ഇങ്ങനെ നിലപാടിലേക്ക് എത്തിയാൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ വരുന്ന ആളുകളെ നേരിടേണ്ടതെന്നുള്ള കാര്യം സഖാവ് G. സുധാകരൻ തന്നെ മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റായി ഇരിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാഠങ്ങൾ പഠിച്ചവരാണ് ഞങ്ങളെല്ലാം. ശക്തമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ അണിനിരത്തി ശക്തമായി ഇത്തരം കാര്യങ്ങൾ നേരിട്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകാലത്ത് പോയിട്ടുള്ളൂ. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും. G. സുധാകരനെ വിമർശിച്ച MM മണിയും രംഗത്ത് വന്നു. പാർട്ടി വിട്ടാൽ സുധാകരൻ വെറും ഷൂ ആണ്, സുധാകരൻ മത്സരിച്ചാൽ പാർട്ടിക്ക് വെല്ലുവിളിയാകില്ല തുടങ്ങിയ പരാമർശങ്ങളാണ് MM മണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം സുധാകരനെതിരെ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. CPM അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. വർഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല എന്നാണ് പോസ്റ്ററിൽ ഉള്ളത്. പോസ്റ്റർ പതിച്ച ഏരിയ സെക്രട്ടറിയുടെ നടപടി തെറ്റെന്ന് ജില്ലാ സെക്രട്ടറി R. നാസർ പ്രതികരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. എന്തായാലും പോസ്റ്ററുകൾ വരുന്നു. ഈ വാക്യുദ്ധം അത് മറ്റൊരു തലത്തിലേക്ക് എത്തുന്നു എന്നതാണ് നമ്മൾ ഈ പ്രതികരണങ്ങളിൽ നിന്നും പിന്നീട് പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ്? ഈ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പോവുകയാണ് കോൺഗ്രസ്. അമ്പലപ്പുഴയിൽ G. സുധാകരന് പിന്തുണ നൽകാൻ UDF തീരുമാനിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. G. സുധാകരൻ CPMൽ നിന്ന് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സ്വതന്ത്രനായി മത്സരിക്കുന്ന G. സുധാകരൻ പൂർണ്ണ പിന്തുണ നൽകാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം എന്നതാണ് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. സുധാകരനെ പിന്തുണയ്ക്കുന്നതിൽ UDF ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. G. സുധാകരനെ പിന്തുണയ്ക്കുന്നതിൽ പാർട്ടി കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. കേരളത്തിലെ CPM ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലാണെന്നും ബംഗാളിനേക്കാൾ മോശം അവസ്ഥയിലാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. വിസ്മയമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പലരും ചിരിച്ചല്ലോ, ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാകും എന്നതാണ് VD സതീശൻ പറഞ്ഞത്. ഇതിന്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ പ്രതികരണം പറഞ്ഞു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്ത് പറയാം. നമുക്ക് ഒറ്റയ്ക്ക് അല്ല, ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ലല്ലോ. പാർട്ടിയിൽ തീരുമാനം എടുക്കണം, ഞങ്ങൾ മുന്നണിയിലും നമ്മൾ തീരുമാനം എടുക്കണം. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ കൂടെ നിൽക്കില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള സംസ്ഥാനമാണ് കേരളം. നല്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുള്ള സ്ഥലമാണ്.
പക്ഷെ അവരെല്ലാം പാർട്ടിയുമായി അകലുകയാണ്. ഇടതുപക്ഷ സഹയാത്രികർ പൂർണ്ണമായി തന്നെ CPM-മായി അകന്നു കഴിഞ്ഞു. പാർട്ടിയിലെ നല്ല ആളുകൾ, നല്ല നേതാക്കൾ, നല്ല മെമ്പർമാർ അവരിൽ നിന്ന് പോവുകയാണ്. കാരണം അവരുടെ ഇന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ സംസ്കാരമാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം എസ് രാജേന്ദ്രൻ, ആയിഷ പോറ്റി, CC മുകുന്ദൻ എന്നീ മുൻ എം എൽ എമാരാണ് ഇടതുപക്ഷം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇവർക്ക് പിന്നാലെയാണ് G. സുധാകരനെ പോലെ ഒരു അതികായൻ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് സ്വതന്ത്രനാകുന്നത്. ഇത് ആലപ്പുഴയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 140 മണ്ഡലത്തിലും ഈ കാര്യങ്ങൾ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നോക്കൂ, പാർട്ടിയെ തള്ളിപ്പറയാതെ ഇനിയും അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള സാഹചര്യം ബാക്കി വെച്ചിട്ടുണ്ട് G. സുധാകരൻ. അത് ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്തുകയാണ് CPM ചെയ്യേണ്ടത്. അറുത്തുമുറിച്ചുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ അതല്ല സൂചിപ്പിക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാനും പരിഹരിക്കാനും CPM-ന് കഴിയുമോ എന്നിടത്താണ് അവരുടെ വിജയമിരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും അതിനുള്ള മാർഗം ബാക്കി വെച്ചിട്ട് തന്നെയാണ് G. സുധാകരൻ ഈ യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള ബോർഡ് അംഗങ്ങളെയും അയോഗ്യരാക്കി ഹൈക്കോടതി. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനം കഴിഞ്ഞ 9 വർഷമായി വാർഷിക റിട്ടേൺ സമർപ്പിച്ചില്ല എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് കോടതിയുടെ നടപടി. താൽക്കാലിക ഡയറക്ടർമാരെ നിയമിച്ച് ഭരണം നടത്താൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിധിക്കെതിരെ ഉടൻ അപ്പീൽ പോകുമെന്നും നിലവിലെ ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. നിയമ പോരാട്ടം തുടരാനാണ് അവരുടെ തീരുമാനം. അപ്പോൾ ഇതിന്റെ ഇമ്പാക്ട് എന്താണ് എന്നതാണ് നമ്മൾ ഈ അടുത്ത ഫോക്കസിൽ നോക്കാൻ പോകുന്നത്. കമ്പനി ആക്ടിന്റെ ലംഘനം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ കോടതി നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, പ്രസിഡന്റ് MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരടക്കം എല്ലാ ഭാരവാഹികളെയും സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കിയിട്ടുണ്ട്. SNDP യോഗത്തിന് പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ജസ്റ്റിസ് TR രവിയുടെ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവ്. SNDP യോഗം കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. ഇതിലെ ഡയറക്ടർമാരാണ് വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും ഉൾപ്പെടെയുള്ളവർ. കമ്പനി ഡയറക്ടർമാർക്ക് DIN, അതായത് ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ അക്കൗണ്ട് നിർബന്ധമാണ്. എന്നാൽ ഇവരുടെ DIN അക്കൗണ്ടിന് സാധുതയില്ല എന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്നാണ് കമ്പനീസ് ആക്ടിന്റെ 164(2) പ്രകാരം വെള്ളാപ്പള്ളി അടക്കമുള്ളവരെ അയോഗ്യരാക്കി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തുടർച്ചയായ 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ ഭരണസമിതിക്ക് വീഴ്ച വരുത്തി എന്നും ഇത് കമ്പനി ആക്ടിന്റെ ലംഘനമാണ് എന്നും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലെ ഭാരവാഹികൾ 2014 മുതൽ IG രജിസ്ട്രേഷന് വാർഷിക അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 3 വർഷം തുടർച്ചയായി സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നടപടിയെടുക്കാവുന്നതാണ്. എന്നാൽ SNDP യോഗം സർക്കാരിനെ സമീപിക്കുകയും ഫൈൻ അടയ്ക്കുകയും ചെയ്തു. ഇതോടെ യോഗത്തിന് സർക്കാർ മാപ്പ് നൽകുകയും തുടരാൻ അനുവദിക്കുകയും ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്താണ് അന്തരിച്ച എഴുത്തുകാരൻ MK സാനുവും SNDP യോഗം സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് S. ചന്ദ്രസേനനും ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തത്. കമ്പനി നിയമപ്രകാരം കമ്പനികൾക്ക് മാത്രമേ ഇത്തരം പിഴവുകളിൽ മാപ്പ് കൊടുക്കാനാകൂ എന്നും വ്യക്തികൾക്ക് മാപ്പ് കൊടുക്കാൻ സർക്കാരിന് സാധിക്കില്ല എന്നും ഇവർ കോടതിയിൽ വാദിച്ചു. 2024 MK സാനുവും അഡ്വക്കേറ്റ് S. ചന്ദ്രസേനനും കേസ് കൊടുത്തത്. പകരം സംവിധാനം എന്ന നിലയിൽ SNDP യോഗത്തിന് ഡയറക്ടർമാരെ നിയമിക്കാൻ സർക്കാരിന് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവ് അറിഞ്ഞതായി വെള്ളാപ്പള്ളി നടേശൻ സ്ഥിരീകരിച്ചു. തന്നെ മാത്രമല്ല മുഴുവൻ ഭാരവാഹികളെയും കോടതി നീക്കിയിട്ടുണ്ട്. വിധി വിശദമായി പഠിച്ച ശേഷം പ്രതികരിക്കാം എന്നതാണ് അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിലുള്ള മറുപടി. എന്തായാലും വെള്ളാപ്പള്ളിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഹൈക്കോടതി തീരുമാനം സ്വാഗതം ചെയ്താണ് ഇപ്പോൾ വിമത വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. ദീർഘകാലമായി നടത്തിയ നിയമയുദ്ധത്തിന്റെ വിജയമാണിതെന്ന് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ പ്രതികരിച്ചു. യോഗത്തെയും യോഗത്തിന്റെ സ്വത്തുക്കളെയും കുടുംബ സ്വത്താക്കി മാറ്റുന്ന നാളുകളിലാണ് ഈ വിധി വന്നിരിക്കുന്നതെന്നും വിദ്യാസാഗർ പറഞ്ഞു. സത്യത്തിന്റെ വിജയമെന്ന് ഗോകുലം ഗോപാലനും NDP സംരക്ഷണ സമിതി ചെയർമാൻ ചന്ദ്രസേനനും പ്രതികരിച്ചു. ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണങ്ങൾ കാണാം. ദീർഘകാലമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമ യുദ്ധങ്ങൾ അതിൻ്റെ ഒരു കൾമിനേഷനിൽ എത്തിയിരിക്കുകയാണ്. വളരെ നേരത്തെ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണിത് വാസ്തവത്തിൽ. പക്ഷേ ഈ കേസ് നടപടികൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള നടേശൻ നിയോഗിക്കുന്ന അഭിഭാഷകരുടെയും ഒരു
തന്ത്രങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോയതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെയും അദ്ദേഹത്തിൻ്റെ സാമന്തന്മാരുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും യോഗത്തെ മോചിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് മാത്രമാണ് ഞങ്ങളിതിനെ കാണുന്നത്. SNDP യോഗത്തെയും അതുപോലെ യോഗത്തിൻ്റെ വലിയ സ്വത്തുക്കളെയും ഒക്കെ ഈ കുടുംബ സ്വത്താക്കി മാറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന നാളുകളിലാണ് ഈ വിധി വന്നിരിക്കുന്നത്. ഇത് അനുസരിച്ചിട്ട് ഈ SNDP യോഗത്തിൻ്റെ ഡയറക്ടേഴ്സായിട്ടുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ പ്രധാന ഭാരവാഹികളും ബാക്കി ഡയറക്ടേഴ്സിൽ എല്ലാവരും തന്നെ ഈ DIN നമ്പർ ഇല്ല എന്ന ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ പുറത്തേക്ക് പോകേണ്ടി വരും. ഇതൊരു വിജയം സത്യത്തിന്റെ വിജയമാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേ ഒരു നേതാവായി നിന്നുകൊണ്ട് നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ അവകാശങ്ങളോ അധികാരങ്ങളോ ഒക്കെ തന്നെ സ്വയം അതിന് കിട്ടുന്ന വരുമാനങ്ങൾ മുഴുവനും അദ്ദേഹം സ്വന്തമായി സ്വാർത്ഥ താല്പര്യത്തിന് ഉപയോഗിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്രയും കൊല്ലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിനെ ഞങ്ങൾ 2016 മുതൽ തുടങ്ങിയ പോരാട്ടമാണ്. ഞങ്ങൾ ഈ വിധിയെ ശ്രീനാരായണ ഗുരുദേവന് സമർപ്പിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃക്കൈകളാൽ രൂപപ്പെട്ട SNDP യോഗം കഴിഞ്ഞ 30 വർഷക്കാലമായി ഒരു മാഫിയ സംഘം ഭരിച്ച് അത് ചൂടും മുടിച്ച് ഈ സന്ദർഭത്തിൽ 2016 ഞങ്ങൾ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഫലമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശനും മകനും ഉൾപ്പെടുന്ന സംഘത്തെ ആ പ്രസ്ഥാനത്തിൻ്റെ പടിവാതിക്കൽ പോലും എത്താൻ പറ്റാത്ത രീതിയിലുള്ള വിധി വന്നത്. ഈ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലെന്ന് പറയുന്നത് SNDP യോഗത്തിൻ്റെ നിലവിലെ ഭാരവാഹികൾ ഇന്നു മുതൽ ഭാരവാഹികളല്ല. വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാറും അതോടൊപ്പം തന്നെ MN സോമനും അരേക്കണ്ടി സന്തോഷും ഇന്ന് രാവിലെ 10:20 മുതൽ അവർ SNDP യോഗത്തിന്റെ ഭാരവാഹികളല്ലാതായി. അതോടൊപ്പം തന്നെ SNDP യോഗത്തിന്റെ 170 SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു പുറത്താക്കൽ ഉണ്ടാകുന്നത്. 2025 ഏപ്രിൽ ജൂലൈ മാസത്തിലാണ് അദ്ദേഹം ഈ പദവിയിൽ 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയത്. 30 വർഷം പൂർത്തിയാക്കിയതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത വിപുലമായ ആദരിക്കൽ ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. SNDP യോഗത്തിന്റെ അമരക്കാരനായി 3 ദശാബ്ദം ഇരിക്കുക എന്ന് പറയുമ്പോൾ കുമാരനാശാന് പോലും സാധിക്കാത്തതാണ് വെള്ളാപ്പള്ളിക്ക് സാധിച്ചത് എന്നതാണ് മുഖ്യമന്ത്രി അന്ന് ആ ആദരിക്കൽ ചടങ്ങിൽ പറഞ്ഞത്. നിലവിലെ ഭാരവാഹികൾ 2014 മുതൽ IG രജിസ്ട്രേഷന് വാർഷിക അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്നതാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലാതെ തുടർന്ന കാലയളവിലാണ് വെള്ളാപ്പള്ളി ആദരിക്കപ്പെട്ടിരിക്കുന്നത്, പുകഴ്ത്തപ്പെട്ടത് എന്ന് വ്യക്തമാവുകയാണ്. യോഗത്തിന് മാപ്പ് നൽകുകയും തുടരാൻ അനുവദിക്കുകയും ചെയ്ത സർക്കാരിന് കൂടിയേറ്റ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഈ കോടതി നടപടി എന്നത് പറയാം. ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പ്രസ്ഥാനം കുടുംബവാഴ്ചയിലേക്കും അഴിമതിയിലേക്കും വഴുതി വീണപ്പോൾ കോടതി നടത്തിയ ഒരു തിരുത്തൽ നടപടി ആയി വേണം ഇതിനെ കാണാൻ. ആ നിലയിൽ ഇതൊരു ചരിത്രപരമായ തീരുമാനം കൂടിയാണ്. SNDP യോഗത്തിലെ ദശകങ്ങൾ നീണ്ട ഒരു അധികാര കേന്ദ്രീകരണത്തിന്റെ അന്ത്യം കൂടിയാണോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണണം. കാരണം തുടർ നടപടികൾ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുക എന്നതാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വിമതപക്ഷത്തിന്റെ വലിയ വിജയമാണ്. ഇന്നലെ ഇതേ സമയമാണ് നമ്മൾ കുംഭമേളയിലെ വൈറൽ താരമായ മൊണാലിസയുടെ മാംഗല്യം കണ്ടത്. കേരളത്തിൽ മനം പോലെ മാംഗല്യം നേടിയ മൊണാലിസ നമ്മൾ ഇന്നലെ കല്യാണ ചടങ്ങുകളൊക്കെ വളരെ തത്സമയം കേരളം ആകെ കണ്ടതാണ്. തിരുവനന്തപുരം അരുമാനൂർ ക്ഷേത്രത്തിൽ വെച്ച് മഹാരാഷ്ട്ര സ്വദേശി ഫർമാൻ ഖാനാണ് മൊണാലിസയ്ക്ക് മിന്നു ചാർത്തിയത്. സിനിമാ ചിത്രീകരണത്തിനായാണ് ഇരുവരും തിരുവനന്തപുരത്തെത്തിയത്. പിന്നീട് പോലീസിൽ അഭയം തേടുകയായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് അവർ കല്യാണത്തിലേക്ക് നീങ്ങുന്നത്. വലിയ സംരക്ഷണയിലാണ് അവരുടെ കല്യാണം ഇന്നലെ നടന്നത്. കുടുംബം മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചതോടെയാണ് ഇരുവരും തമ്പാനൂർ പോലീസിൽ അഭയം തേടിയത്. വിവാഹത്തിന് ശേഷം മൊണാലിസ ഇന്ന് ന്യൂസ് 18നോട് സംസാരിച്ചു. അപ്പോൾ ഈ കല്യാണം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ മൊണാലിസ തുറന്നു പറയുകയാണ് തന്റെ വിവാഹം ലവ് ജിഹാദ് അല്ല എന്ന്. ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ ഒക്കെ ആ രീതിയിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. കേരളം വിട്ടുപോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. മധ്യപ്രദേശിൽ നിന്നുള്ള ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവ കയ്യിലുണ്ട്. കേരളം വലിയ പിന്തുണ നൽകിയെന്നും അതിൽ സന്തോഷവും നന്ദിയും ഉണ്ട് എന്നും മൊണാലിസ പറയുന്നു. ഞങ്ങളുടെ പ്രതിനിധി സാരംഗ് മൊണാലിസയുമായും
മൊണാലിസയുടെ ഭർത്താവുമായും സംസാരിച്ചു. അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞ കേരള സ്റ്റോറി ആയിട്ടുള്ള ഫർഹാനും മൊണാലിസയുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. आप दोनों कैसे मिला? हाँ, हम दोनों एक इधर नागम एक मलयालम फिल्म है, उसके पूजा के टाइम हम दोनों मिला. ये हीरोइन था, उसमें मैं मेन विलन का कैरेक्टर के लिए कास्ट किया गया था. उसी टाइम हम दोनों की मुलाकात हुई. फिर उसके बाद मोनालिसा ने मुझे प्रपोज किया. फिर बाद में वहाँ से हमारी कहानी शुरू हुई. फैमिली से बहुत प्रेशर है? फैमिली वाले अभी मान नहीं रहे, थोड़ा कुछ लोग एक्सेप्ट करे, लेकिन कुछ लोग अभी नहीं करते. जैसे फादर है वो नहीं करते, क्योंकि वो उनकी जो बहन थी उसके बेटे से इनकी शादी कराने वाले थे 2-3 दिन में. इसीलिए मोनालिसा ऐसा डिसीजन लिए सडनली, यानी अभी कोई प्लानिंग नहीं था शादी जी. उम्र के बारे में बहुत कंट्रोवर्सी, एज के बारे में बहुत वो कह रहे उम्र आपकी कम बता रहे हैं लोग. नहीं, मेरी उम्र 18 साल से भी ऊपर है. 18 साल से ऊपर है, जिसमें बर्थ सर्टिफिकेट है और आधार कार्ड है, पैन कार्ड है, तीनों में 18 साल के ऊपर है. हाउस केरला. थैंक यू. नाइस. केरला इज अच्छा है. अब कास्ट के बारे में हिंदू वो जो अभी जो बोल रहे लव जिहाद, ऐसा कुछ नहीं है, क्योंकि हम दोनों कलाकार हैं और आर्टिस्ट सभी धर्मों को मानते हैं. मैं भी हिंदू धर्म को मानता हूं. വിവാഹവുമായി ബന്ധപ്പെട്ട് അവരുടെ നാടുകളിലൊക്കെ ഉൾപ്പെടെ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ലവ് ജിഹാദ് അല്ല എന്നതാണ് മൊണാലിസ പറയുന്നത്. ഒപ്പം തന്നെ ഫർമാനും ആ കാര്യങ്ങളാണ് പറയുന്നത്. തങ്ങളുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ജീവിതം തുടങ്ങുന്നത് എന്നതാണ് അവർ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പല ട്രോളുകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും അവർ നേരിട്ട് പറഞ്ഞതാണ് പ്രേക്ഷകർ കണ്ടത്. നമ്മുടെ നേരം വൈകുന്നേരത്തിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.